ഉണർന്നിരിക്കുവിൻ, വിശ്വാസത്തിൽ നിലനിൽക്കുവിൻ, പുരുഷത്വം കാണിക്കുവിൻ, ശക്തിപ്പെടുവിൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവിൻ. 1 കൊരിന്ത്യർ 16:13. നാം ജീവിക്കുന്ന ഈ ജീവിതത്തിൽ നാം ഉറക്കത്തിൽ ആകുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം പരാജയപ്പെടുവാനാണ് സാധ്യത. ജാഗ്രതയോടെ നാം കൈക്കൊള്ളേണ്ട കാര്യങ്ങൾ ഭാവിയെ മുൻനിർത്തി ഉണർവോടുകൂടി നാം ചെയ്തേ മതിയാവൂ. വിശ്വാസത്തിൽ നിലനിൽക്കുവിൻ എന്ന് വേദവചനം നമ്മോട് പറയുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും എല്ലാം കടന്നു വരുമ്പോൾ നമുക്ക് വിശ്വാസം കൈവിടാതിരിക്കാം. കർത്താവായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മെ ബലപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് തുണയുണ്ട്. വിശ്വാസത്തിൻ്റെ ജീവിതം നമുക്ക് നയിക്കാം. പുരുഷത്വം കാണിക്കുവിൻ എന്നാണ് ഇവിടെ ദൈവവചനം നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്. ആണാവട്ടെ പെണ്ണാവട്ടെ, നമ്മുടെ നിലപാടുകൾ അത് പൂർണ്ണ പൗരുഷത്തോടെ ആയിരിക്കണം. കൺഫ്യൂഷനോടെ, സംശയത്തോടെ ഒരു കാര്യവും നാം ചെയ്യുവാൻ പാടില്ല. കാര്യങ്ങൾ ആലോചിച്ച് ബുദ്ധിയോടെ, ജ്ഞാനത്തോടെ, അതിലുപരി ദൈവത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന പരിജ്ഞാനത്തോടെ, വിവേകത്തോടെ നാം നമ്മുടെ പ്രവർത്തന മണ്ഡലത്തിൽ അഭിപ്രായം പറയുമ്പോൾ, പ്രവർത്തികൾ ചെയ്യുമ്പോൾ അത് ആണായാലും പെണ്ണായാലും പുരുഷത്വത്തോടെ ചെയ്യുവാൻ നമുക്ക് കഴിയും. ശക്തിപ്പെടുവിൻ. ബലഹീനതയുടെ ഒരു ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. നാം എല്ലായിടത്തും ശക്തിയോടെ നമ്മുടെ പ്രവർത്തനങ്ങളെ ചെയ്യുവാൻ എതിർപ്പുകൾ വന്നേക്കാം, എതിരഭിപ്രായങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ നാം ഇച്ഛാശക്തിയോടെ നമ്മുടെ പ്രവൃത്തികൾ, ദൈവവേല, നിലപാടുകൾ ഇതെല്ലാം സൂക്ഷിക്കുവാൻ ഈ ദൈവത്തിൻ്റെ വചനത്തിലുള്ള ബോധ്യം, പരിശുദ്ധാത്മാവിലുള്ള കൂട്ടായ്മ എല്ലാം നമുക്ക് സഹായകമാകും. ഈ വചനം പൂർത്തിയാക്കുമ്പോൾ പറയുന്നത്, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുക. റോമർ 5:5 പറയുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് സ്നേഹം ധാരാളമായി പകർന്നിരിക്കുകയാണ്. ഉണർന്നിരുന്ന് വിശ്വാസത്തിൻ്റെ ചുവടുകൾ വയ്ക്കുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ കാർക്കശ്യത്തോടെ അത് ചെയ്യുവാനല്ല, സ്നേഹത്തോടെ അത് ചെയ്യുവാനാണ് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. പുരുഷത്വത്തോടെ ശക്തിയിൽ നാം പ്രവർത്തികൾ ചെയ്യുമ്പോൾ, നിലപാടുകൾ എടുക്കുമ്പോൾ, അഭിപ്രായങ്ങൾ പറയുമ്പോൾ അത് കഠിനമായ ഒരു രീതിയിൽ ചെയ്യുവാനല്ല, സ്നേഹത്തിൻ്റെ മേമ്പൊടി ചേർത്ത് സ്നേഹത്തിൽ അത് ചെയ്യുവാൻ ദൈവവചനം നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ്. നമുക്ക് ഉണർന്നിരുന്ന് നമുക്കായി ഒരുക്കി വച്ചിരുന്ന കാര്യങ്ങൾ സ്നേഹത്തോടെ, ക്ഷമയോടെ ദൈവനാമമഹത്വത്തിനായി ചെയ്യാം. വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ വാട്സാപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും.